ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 725 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി 16 അധ്യായം 13 തിരുവചനമാണ്. ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. 2 കുഞ്ഞുങ്ങളെ തനിയെ വളർത്തേണ്ടി വന്ന ഒരമ്മയ്ക്ക് ഓരോ പ്രഭാതവും വേദന നിറഞ്ഞതാണ്. എല്ലാം ശാന്തമാകുമ്പോഴേക്കും ആകുലത തലപൊക്കും. ജോലി, വീട്ടിലെ കാര്യങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് മനസ്സിലൂടെ പായുന്നത്. ഭർത്താവ് അവളെ ഉപേക്ഷിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ അവളാണ് വളർത്തുന്നത്. ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനം അവൾക്കുണ്ടായിരുന്നു. 2 ജോലികൾ ചെയ്യുവാനുള്ളതായ കരുത്ത് ദൈവം അവൾക്ക് നൽകി. തിരുവചനം പരിശോധിക്കുമ്പോൾ ദൈവം തന്നെ കാണുന്നു എന്നുള്ളത് ഒരു മിസ്രയീമ ദാസിയായിരുന്ന ഹാഗാറിന് വ്യക്തമായി മനസ്സിലായിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രാമിൽ നിന്ന് ഗർഭം ധരിച്ച ശേഷം തന്റെ യജമാനത്തിയായ സാറായിയെ ഹാഗാർ നിന്ദിച്ചു. തൽഫലമായി സാറായി ഹാഗാറിനോട് കഠിനമായി പെരുമാറി. അവൾക്ക് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഹാഗാർ ഏകാന്തതയിലായി. അവളുടെ ഭാവി ഇരുളടഞ്ഞതായി, പ്രത്യാശയില്ലാത്തതായി. എന്നാൽ മരുഭൂമിയിൽ യഹോവയുടെ ദൂതൻ അവളെ കണ്ടിട്ട് അവളോട് പറഞ്ഞു, യഹോവ നിന്റെ സങ്കടം കേട്ടു എന്ന്. പ്രിയമുള്ളവരെ, എന്താണ് ചെയ്യേണ്ടതെന്നും ഇനി നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുമൊക്കെ അവളോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതുപോലെ പ്രയാസമുള്ളതായ ഒരു യാത്രയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? തകർച്ചയും ഏകാന്തതയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ശൂന്യദേശത്തും ഏകാന്തതയിലും ദൈവം നിന്നെ കാണുന്നുണ്ട് എന്നുള്ളതായ കാര്യം നീ ഓർക്കുക. അവങ്കലേക്ക് ചെല്ലുവാനായിട്ട് പരിശ്രമിക്കുക. അവൻ നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ്. ഇനി മുന്നോട്ടുള്ളതായ ജീവിതം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.